മഴക്കാലത്ത് നമ്മളുടെ യൂണിറ്റിൽ പല സാധനങ്ങളും ഇതുപോലെയാണ് അവസ്ഥ. ഇപ്പോൾ സുവർണ്ണയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കുറേ വാങ്ങിച്ച് വെക്കുമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ വെയിൽ കാണുമ്പോൾ വെയിലുള്ള ദിവസമാണ്, വെയിൽ കാണുന്ന ദിവസങ്ങളിൽ നന്നായിട്ടൊന്ന് ഉണങ്ങാനിടണം. ഇല്ലെങ്കിൽ ഇതൊക്കെ സ്കിൻ കെയറിനും ഹെയർ കെയറിനൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ ഫംഗസ് വരും. ഇതിലൊക്കെ നല്ല പോലെ അഴുക്കുണ്ടാവും. അഴുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇതിപ്പോൾ ചാക്ക് കണക്കിനൊക്കെ വരുന്നതല്ലേ മാർക്കറ്റുകളിൽ നമുക്ക് വേണ്ടി അമ്മാസിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ക്വാളിറ്റി എടുക്കുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ കഴുകുന്നതിന് മുൻപ് ഇതിൻ്റെ ഉള്ളിൽ വേറെയും കുറേ സാധനങ്ങളുണ്ട്, ഒരാമച്ച മാത്രമായിരിക്കില്ല. അപ്പം അതുകൊണ്ടാണ് ഇത്രയും സൂക്ഷിച്ച് നമ്മളിത് കഴുകുന്ന സമയത്ത് ഒരു 5-6 തവണയൊക്കെ ചേച്ചിമാർ ഇവിടെ കഴുകിയിട്ടാണ് നമ്മളത് അരയ്ക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ സുവർണ്ണത്തിൽ യൂസ് ചെയ്യുന്ന തവിട്ട് വേമ്പാടയാണ്. വേമ്പാടയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഞാനെപ്പോഴും റിസൾട്ടുകൾ ഇടുമ്പോൾ പല ആൾക്കാരും പല കാര്യത്തിന് വേണ്ടിയിട്ടാണ് സുവർണ്ണ ഉപയോഗിക്കുന്നത് അല്ലേ. പക്ഷെ നമ്മൾ എല്ലാത്തിനും കൂടെ ഒരൊറ്റ ഓയിലെന്ന് പറയാറില്ല. പക്ഷെ പല ആളുകൾക്കും ചിലർക്ക് സ്ട്രെച്ച് മാർക്ക് പോകാനൊക്കെ ആയിട്ട് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ അത്രയും സന്തോഷമല്ലേ. കാരണം നമ്മുടെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവും. ഡെലിവറി കഴിഞ്ഞത് മാത്രമല്ല, ചിലർക്ക് വണ്ണം വെച്ചിട്ട് ആ ബോഡി ഷ്രിങ്ക് ചെയ്യുമ്പോൾ തൊലി ഷ്രിങ്ക് ചെയ്യുമ്പോഴും അവിടെ ഉണ്ടാവാറുണ്ട്. അത് ശരിക്കും ഇതുകൊണ്ടൊക്കെ മാറുകയെന്ന് കേൾക്കുമ്പോൾ സന്തോഷമാണ്. അപ്പോൾ ഇത് സുവർണ്ണത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റാണ് നമ്മുടെ വേമ്പാട. തവിട്ട് വേമ്പാടയാണ് നമ്മളിതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ദിനേശ് വല്ലി എന്ന് പറയും കേട്ടോ. നമ്മളിതൊക്കെ കൊണ്ടൊന്നും ഡയറക്റ്റ് കഴുകിയാലും കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ഇതിൻ്റെ ചീളാക്കി നോക്കി കണ്ടോ, ഇതുപോലെ എടുത്ത് നന്നായിട്ട് കഴുകണം. അപ്പോഴാണ് ഇതിനുള്ളിൽ പൊടി മുഴുവൻ പോകുള്ളൂ. അല്ലാതെ നമ്മളിത് ഡയറക്റ്റ് കൊണ്ടുവന്നിട്ട് വെറുതെ 2 വട്ടം കഴുകി നേരെ എണ്ണയിലേക്ക് ഒന്നും ചെയ്യാനേ പാടില്ല. അത് നമ്മൾ കൊടുക്കുന്നതിന് നേരെ വിപരീത ഫലമായിരിക്കും കിട്ടുക.